നമസ്കാരം. ഈവനിംഗ് റൗണ്ടപ്പിലേക്ക് ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വനിതാ മതിലിൽ കുട്ടികളെ ഒഴിവാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാലാവകാശ കമ്മീഷൻ. ഉത്തരവ് ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായ പ്രകടനത്തിന് അവകാശമുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ പി സുരേഷ് പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ളവരെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ തീരുമാനം എടുക്കും മുൻപ് കുട്ടികളെയോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനെയോ സമീപിക്കണമായിരുന്നുവെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. ഹൈക്കോടതിയുടേത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ തീരുമാനമാണ്. ഉത്തരവ് ഹൈക്കോടതി തിരുത്തണം. കുട്ടികൾക്കും സംഘടിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും അത് വ്യക്തമാക്കുന്നുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ മേൽ നടപടി സ്വീകരിക്കാനാണ് ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം. മന്ത്രി കെ ടി ജലീലിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പാതിവഴിയിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ വളാഞ്ചേരിക്കടുത്ത് കാവുംപുറത്താണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ചിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസുകാർ തന്റെ വീട് കണ്ടു മടങ്ങിക്കോട്ടെ എന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ഏത് കമ്പ്യൂട്ടറുകളും പരിശോധിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിനെ ന്യായീകരിച്ച് ധനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അരുൺ ജെയ്റ്റ്ലി രംഗത്ത്. രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട 10 IS ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ NIA സഹായിച്ചത് ഈ നിർദ്ദേശമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അപകടകാരികളായ ഭീകരവാദികളെ കീഴടക്കിയ NIAക്ക് അഭിനന്ദനങ്ങൾ. സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ആശയവിനിമയങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ NIAക്ക് ഇത് സാധ്യമായിരുന്നു എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. രാജ്യത്തെ 10 ഏജൻസികൾക്ക് കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞുകയറാനും നിരീക്ഷണം നടത്താനും കമ്പ്യൂട്ടറുകൾ വഴി കൈമാറ്റം ചെയ്യുകയോ ശേഖരിക്കുകയോ ചെയ്തിട്ടുള്ള വിവരങ്ങളെ ഡീക്രിപ്റ്റ് ചെയ്യാനും അവസരം നൽകുന്ന പുതിയ ഉത്തരവിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും ചിദംബരവും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. മേഘാലയയിലെ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ 15 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടാകാമെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ജില്ലയിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികൾക്കായി തെരച്ചിൽ നടത്തുന്ന NDRFിലെ മുങ്ങൽ വിദഗ്ധരാണ് ഇതു സംബന്ധിച്ച സൂചന നൽകിയത്. ഖനിക്കുള്ളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി മുങ്ങൽ വിദഗ്ധർ അറിയിച്ചതായും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇത് ഒരു നല്ല സൂചനയല്ല. ഇതായിരുന്നു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന NDRF അസിസ്റ്റന്റ് കമാൻഡന്റ് സന്തോഷ് സിംഗ് പ്രതികരിച്ചത്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ഖനിക്കുള്ളിൽ കുടുങ്ങിയ തൊഴിലാളികൾ മരിച്ചിരിക്കാമെന്നും മൃതശരീരം അഴുകുന്നതിന്റെ ഗന്ധമാണ് പുറത്തേക്ക് വമിക്കുന്നതുമുള്ള മുങ്ങൽ വിദഗ്ധരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് സന്തോഷ് സിംഗിന്റെ പ്രതികരണം. ഡിസംബർ 13-നാണ് മേഘാലയയിലെ കിഴക്ക് ജയന്തിയ പർവ്വത മേഖലയ്ക്ക് സമീപമുള്ള റാറ്റ് ഹോൾ കൽക്കരി ഖനിയിൽ 15 തൊഴിലാളികൾ കുടുങ്ങിയത്. ഖനിക്കുള്ളിൽ വെള്ളം നിറഞ്ഞതാണ് തൊഴിലാളികൾ അപകടത്തിൽപ്പെടാൻ കാരണമായത്. വെള്ളം പുറത്തേക്ക് കളയാൻ സഹായകമായ ഉപകരണം ഇല്ലാത്തതാണ് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായത്. രക്ഷാപ്രവർത്തനത്തിനായി 100 കുതിരശക്തിയുള്ള 10 പമ്പുകൾക്കായി ജില്ലാ ഭരണകൂടത്തോട് NDRF ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അപേക്ഷ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതുവരെ 25 കുതിരശക്തിയുള്ള പമ്പുകൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നാൽ ഇവ അപര്യാപ്തമാണ്. ഇതിനാൽ തിങ്കളാഴ്ച മുതൽ പമ്പിംഗ് നടന്നിട്ടില്ല. തൊഴിലാളികളുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും സന്തോഷ് സിംഗ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. തൊഴിലാളികളെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് അത്ഭുതമായിരിക്കുമെന്നും എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നും സന്തോഷ് സിംഗ് പറയുന്നു. PUBG അഥവാ പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട്സ് എന്ന വീഡിയോ ഗെയിം ഇന്ത്യയിൽ ഏറെ ജനപ്രീതി ആർജിച്ച ഗെയിമുകളിൽ ഒന്നാണ്. വെടിവയ്പും കൊലയും നടത്തുന്ന ഈ ഗെയിമിനെതിരെ വിമർശനങ്ങൾ ഏറെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചില കോളേജുകൾ ഗെയിം നിരോധിച്ചുവെന്നും ബോംബെ ഹൈക്കോടതി PUBG നിരോധിച്ച് ഉത്തരവിറക്കിയെന്നുമുള്ള വാർത്ത പ്രചരിക്കുന്നത്. ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ PUBGക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്ന് അറിയിച്ചുകൊണ്ടുള്ള ബോംബെ ഹൈക്കോടതിയുടെ വ്യാജ നോട്ടീസ് പ്രചരിക്കുന്നുണ്ട്. ഈ നോട്ടീസ് വ്യാജമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നോട്ടീസിൽ അക്ഷരപ്പിശകുകളും വ്യാകരണ പിശകുകളും ഏറെ ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് എന്ന് എഴുതിയത് പോലും തെറ്റായിട്ടായിരുന്നു. അറിയിപ്പിൽ ഒപ്പിട്ടിരിക്കുന്ന K. ശ്രീനിവാസുലുവിന്റെ തസ്തിക പ്രീ ജഡ്ജ് എന്നാണ് ചേർത്തിട്ടുള്ളത്. ഇന്ത്യൻ ഹൈക്കോടതികളിൽ ഇങ്ങനെ ഒരു സ്ഥാനപ്പേരില്ല. മാത്രവുമല്ല ശ്രീനിവാസുലു എന്ന പേരിൽ ഒരു ജഡ്ജി ബോംബെ ഹൈക്കോടതിയിലുമില്ല. അതുതന്നെ അറിയിപ്പ് വ്യാജമാണെന്നതിനുള്ള തെളിവാണ്.
സെന്റർ ഫോർ ഗവേണൻസ് പുറത്തിറക്കിയിരിക്കുന്ന നോട്ടീസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലീഗൽ നോട്ടീസ് എന്ന് എഴുതുന്നതിന് പകരം ലീഗലി നോട്ടീസസ് എന്നാണുള്ളത്. വ്യാകരണ പിശകുകളും നോട്ടീസിലുണ്ട്. ഈവനിംഗ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നൈറ്റ് റൗണ്ടപ്പ് 10 മണിക്ക് കാണാം.